ലോക രാഷ്ട്രീയം മാറിമറിയുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ശക്തമായ പോരാട്ടം നിങ്ങളെയും എന്നെയും നമ്മളെ എല്ലാവരെയും പോലും നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡൊണാൾഡ് ട്രംപ് വേഴ്സസ് കമലാ ഹാരിസ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പുതിയൊരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടാകും. വെളുത്ത വംശക്കാരുടെ വംശീയത മുന്നിട്ട് നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് ആണോ, ഒരു ഏഷ്യൻ വംശജ, ഇന്ത്യൻ വംശജ, സൗത്ത് ഇന്ത്യൻ റൂട്ട്സ് കൂടിയുള്ള കമലാ ഹാരിസ് ജയിക്കുന്നതാണോ നല്ലത് തുടങ്ങിയ ചോദ്യങ്ങൾ ഇന്ത്യക്കാർക്ക് മുമ്പിലും പ്രസക്തമാണ്. ഇവരുടെ ABC ന്യൂസിലുള്ള പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ ആര് ജയിച്ചു എന്നാണ് നമ്മൾ നോക്കുന്നത്. പല ആൾക്കാരും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ താല്പര്യത്തോട് അമേരിക്കൻ രാഷ്ട്രീയം നോക്കാറില്ല. പക്ഷേ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പോളിസികളെ, നയങ്ങളെ, നിലപാടുകളെ, നടപടികളെ സ്വാധീനിക്കുന്നതിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിന് വലിയൊരു പങ്കുണ്ട്. ഞാൻ പൊതുവെ സെന്റർ റൈറ്റ് റിപ്പബ്ലിക്കൻ അനുകൂലിയാണെങ്കിലും ഡൊണാൾഡ് ട്രംപ് പോലൊരു വ്യക്തി അമേരിക്കയ്ക്ക് അപകടമാണ്, ലോകത്തിന് അപകടമാണ്. കാര്യം പുള്ളിക്ക് സ്റ്റെബിലിറ്റി ഇല്ല, ഒരു മടിയുമില്ലാതെ കള്ളങ്ങൾ പറയും, ഒരുപാട് കള്ളങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. ആരാണ് ഡൊണാൾഡ് ട്രംപ് വേഴ്സസ് കമലാ ഹാരിസ് എന്ന ഫൈറ്റിൽ ജയിച്ചു എന്ന് നമുക്ക് നോക്കാം. പൊളിറ്റിക്കോ എന്ന അമേരിക്കയിലെ വളരെ പ്രമുഖമായ മാധ്യമ സ്ഥാപനം കമലാ ഹാരിസ് ജയിച്ചു എന്ന് കാറ്റഗറിക്കലി പറയുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥിരം കള്ളങ്ങൾ, കഴിഞ്ഞ ഇലക്ഷൻ സ്റ്റീൽ ചെയ്താണ് തുടങ്ങിയ ഈ കോളേജ് ലെവലിലെ പിള്ളേർ പറയുമല്ലോ, പഴയ അതായത് SFIയും KSUB ABP അടികൂടുമ്പോൾ നിങ്ങൾ ബാലറ്റ് കൊണ്ടുപോയി എന്നൊക്കെ കള്ളപ്രചാരണം നടത്തും. അതേപോലെയാണ് ഡൊണാൾഡ് ട്രംപ് എപ്പോഴും പറയുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ കള്ളങ്ങളല്ല, കമലാ ഹാരിസ് ആണ് ജയിച്ചതെന്ന് പറയുന്നു. CNN കമലാ ഹാരിസ് ആണ് ജയിച്ചതെന്ന് പറയുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് കമലാ ഹാരിസ് ജയിച്ചു, ആ ഡിബേറ്റിൽ ജയിച്ചു എന്ന് പറയുന്നു. ന്യൂയോർക്ക് ടൈംസും കമലാ ഹാരിസിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഫോക്സ് ന്യൂസ് എന്ന് പറയുന്ന അവിടുത്തെ വലതുപക്ഷ ചാനൽ, അവിടുത്തെ റൈറ്റ് വിങ് ചാനൽ, ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചാനൽ കൂടി പറയുന്നത് കമലാ ഹാരിസ് തന്നെയാണ് ഈ ഡിബേറ്റിൽ ജയിച്ചത്. പക്ഷെ എത്രമാത്രം അത് ഇലക്ഷന്റെ റിസൾട്ടിനെ സ്വാധീനിക്കും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ രണ്ട് ABC ന്യൂസ് മോഡറേറ്റേഴ്സും കമലാ ഹാരിസിനെ സപ്പോർട്ട് ചെയ്തു എന്നും ഫോക്സ് ന്യൂസ് വിമർശനം ഉന്നയിക്കുന്നു. MSNBC പറഞ്ഞത് കമലാ ഹാരിസ് പ്രസിഡൻഷ്യൽ ആയിരുന്നു, അവർ ജയിച്ചു. USA ടുഡേ ആണ് അവിടുത്തെ സെൻട്രിസ്റ്റ് പേപ്പർ. അപ്പോൾ USA ടുഡേയും പറയുന്നത് കമലാ ഹാരിസ് ജയിച്ചു എന്നാണ്. വാൾ സ്ട്രീറ്റ് ജേർണലും കമലാ ഹാരിസിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അത് ക്യാപിറ്റലിസ്റ്റിക് ഒക്കെ ആണെങ്കിലും കമലാ ഹാരിസിന്റെ പെർഫോമൻസ് ആണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കമലാ ഹാരിസ് ജയിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ലോകത്തിൻ്റെയും ആവശ്യമാണ്. ഡൊണാൾഡ് ട്രംപ് ജയിക്കുകയാണെങ്കിൽ പ്രോജക്ട് 2025 പോലുള്ള അപകടകരമായ അജണ്ടകൾ അമേരിക്കയിൽ വരും. 1.5 കോടി മുതൽ 2 കോടിയോളം ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യാൻ, അമേരിക്കയിൽ നിന്ന് പുറത്താക്കാനാണ് ഈ പ്രോജക്ട് 2025 അടക്കമുള്ളത് വിഭാവനം ചെയ്തത്. അവിടുത്തെ വെള്ള വംശീയതയുടെ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും തീവ്ര എക്സ്ട്രാ അൾട്രാ റൈറ്റ് വിങ്ങിന്റെ ഒരു പ്രൊജക്റ്റാണ്. ഡൊണാൾഡ് ട്രംപിന് അതുമായി ബന്ധമൊന്നുമില്ല എന്ന് പലതവണ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും 48 ബഹുഭൂരിപക്ഷവും അതിന്റെ ഡിസൈനേഴ്സ് എല്ലാം ഡൊണാൾഡ് ട്രംപിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. 40ഓളം പേര് ഡൊണാൾഡ് ട്രംപിനോട് ബന്ധപ്പെട്ടതാണെന്ന് വ്യത്യസ്ത മീഡിയ പറയുന്നു. ചില മീഡിയ പറയുന്നു 31ഓളം പേര് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ടുള്ളവരാണ്. പക്ഷേ അപകടകരമായ ഒരു അജണ്ടയായിരിക്കും. കള്ളം പറയുന്ന, ഒരു മടിയുമില്ലാതെ സത്യവിരുദ്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന, അപകടകാരിയായ, ഇറാഷണലായ, ബുള്ളിയായ ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെടേണ്ടതും ഒരു ഇന്ത്യൻ വംശജ, സൗത്ത് ഇന്ത്യൻ റൂട്ട്സ് കൂടിയുള്ളൊരു കമലാ ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റായി വരേണ്ടത് ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ആവശ്യമാണ്. അതിലേക്ക് നമുക്ക് എത്തും എന്ന് കരുതാം. ഡൊണാൾഡ് ട്രംപ് അല്ലാതെ ഏതൊരു വ്യക്തി റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് വന്നെങ്കിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാനൊക്കെ വിശ്വസിക്കുന്നു. കാര്യം അമേരിക്കൻ ഇലക്ഷൻസ് ഒരുപാട് കാലമായി ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അമേരിക്കയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളും പലതവണ അമേരിക്ക സന്ദർശിക്കാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ആരാധകനും പഠിക്കുന്ന വ്യക്തിയുമാണ്. മാഡം സെക്രട്ടറി അടക്കമുള്ള ഒരുപാട് വെബ് സീരീസുകൾ വളരെ ആവേശത്തോടെ കണ്ട അമേരിക്കൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന ഒരു വെബ് സീരീസാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അപകടകാരിയാണ്. കമലാ ഹാരിസ് ജയിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നമസ്കാരം. നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.